ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു പരിഹാരം നമുക്ക് ഈ ഒരുപാട് സമയം നിന്നിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജോബ് ഷോപ്പിലൊക്കെ നിൽക്കുന്ന ജോലി ഇങ്ങനെയൊക്കെ ഉള്ളവർ ആ ഒരു ലോങ് സ്റ്റാൻഡിങ് ഒന്ന് ഒഴിവാക്കുക. ഒത്തിരി സമയം നിൽക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ കൂടുതൽ നിൽക്കേണ്ടി വരുമ്പോൾ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ഇരിക്കുക, കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ആ ഒരു വെരിക്കോസ് വെയിൻ്റെ ഒരു കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം. സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കുന്ന ജോലി ഇരിക്കുന്ന ജോലി പ്രത്യേകിച്ച് എക്സസൈസസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മുടെ മസിൽസൊക്കെ സ്റ്റിഫാവും, സർക്കുലേഷൻ കുറയും. അപ്പോഴും ചെറുതായിട്ടുള്ള വെരിക്കോസ് വെയിൻ തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ പോകാനായിട്ട് നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ കാരണമാകും. അപ്പോൾ അതിൽ തന്നെ കാഫ് റൈസ് എന്ന് പറഞ്ഞ എക്സസൈസ്, പിന്നെ ഫോർവേഡ് ലഞ്ചസ്, സ്ക്വാട്ട്, ഇങ്ങനെ നമുക്ക് ലോവർ ബോഡിക്ക് ചെയ്യുന്ന നമ്മുടെ ലെഗിന് ചെയ്യുന്ന എല്ലാ എക്സസൈസും കാലിലെയും മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാനും ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും സഹായിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഇടയ്ക്ക് സ്ട്രെച്ചസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇരിക്കാനൊന്നും പറ്റാറില്ല. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജോബും അങ്ങനെയുള്ള ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നത് വഴി ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കുകയും അതുവഴി വെരിക്കോസ് വെയിൻ്റെ ആ കാഠിന്യവും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. തുടക്കത്തിൽ ഒരു 2-3 hours ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ യൂസ് ചെയ്താലും ഇത് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.